മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിക്കുമേൽ CITU സമ്മർദ്ദം ചെലുത്തിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്ത്. CITU നേതാവ് അനിലിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. മന്ത്രിസഭ അംഗീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ നടപടി തെരഞ്ഞെടുപ്പ് കഴിയും വരെ മരവിപ്പിക്കാമെന്ന മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നതായും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലാണ്. നമ്മുടെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സഖാവും നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് KK ദിവാകർ സഖാവും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കരീം സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിക്കുകയും മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി 21 സർക്കുലർ മരവിപ്പിക്കാനും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടനയുമായി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തൂ എന്ന ഉറപ്പും കരീം സഖാവിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ നിർദ്ദേശം വന്ന് ആവശ്യമായ തീരുമാനങ്ങൾ TCയും ഗതാഗത മന്ത്രിയും അറിയിച്ചതിന് ശേഷം നമ്മുടെ സമര പരിപാടികളിൽ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ്. നമ്മളെ CITU നേതൃത്വവും പാർട്ടി നേതൃത്വവും എല്ലാം ഇടപെട്ട് സാധാരണ ജനങ്ങളോടും തൊഴിലാളികളോടും ഒപ്പമാണ് CITU എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, ആദ്യമേ ചോദിക്കാനുള്ളത് ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ വിശ്വാസ്യത എത്രമാത്രമാണ് എന്നാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു പരിഷ്കാരത്തിൽ ഒരു വ്യക്തത വരുത്താമെന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഒരു സംഭവം, അതായത് ഫെബ്രുവരി 21 മന്ത്രിസഭ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനം മന്ത്രിസഭ എടുക്കുന്നത് ഫെബ്രുവരി 21 അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഏതാണ്ട് 50-ൽ താഴെ ആളുകൾക്ക് മാത്രം ടെസ്റ്റ് നടത്തുക, ഒപ്പം ഇതിൽ ബാക്കിയുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ തിരുത്തുക, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതായത് ഈ 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിനായി ഉപയോഗിക്കാൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് 4 ഗിയർ ഉള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം. ഒപ്പം തന്നെ കയറ്റിട്ട് വണ്ടി നിർത്തി അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പഠിക്കണം. ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം മന്ത്രി ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലൈസൻസ് ഉണ്ടെങ്കിലും ആളുകൾക്ക് വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത സാഹചര്യമുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ എത്രമാത്രം കാര്യത്തോടു കൂടിയാണോ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് സംവിധാനം മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് അത് ഒരു തരത്തിലും ഈ കുത്തകകളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നടപടികൾ കൊണ്ടുവരുന്നത്, പുതുക്ക നടപടികൾ കൊണ്ടുവരുന്നത് എന്ന ആരോപണമാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതേ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ CITUവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. CITU ഇടപെട്ടുകൊണ്ട് മന്ത്രിസഭയുടെ തീരുമാനത്തെ തന്നെ മാറ്റാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം. അവിടെയാണ് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ ഒരു തീരുമാനത്തെ അപ്പാടെ മാറ്റുന്നതിന് വേണ്ടി, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിലവിലെ സാഹചര്യത്തിൽ പോവുക, ഫെബ്രുവരി 21 ഇറക്കിയിട്ടുള്ള സർക്കുലർ അത് മരവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തുക. അതിനുശേഷം CITU നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ അവരുടെ യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളെല്ലാം ആയി തന്നെ കൂടിയാലോചിച്ചതിന് ശേഷം ഇതുമായി പരിഷ്കാരങ്ങളിൽ തീരുമാനമെടുത്ത തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഗതാഗത മന്ത്രി ഓഫീസിലേക്ക് വരേണ്ട കാലാവസ്ഥ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ CITU നേതാവായിട്ടുള്ള അനിൽ വ്യക്തമാക്കുന്നത്. ഇത് അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇത് CITU നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ CITU വിഭാഗത്തിൽപ്പെടുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ യൂണിയൻ, അവരുടെ ഒരു യൂണിയൻ ഉണ്ട്. ആ യൂണിയനിലെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇത്. ആ നിലയ്ക്കാണ് ഈ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കുകയും മുഖ്യമന്ത്രി ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്തിരിക്കുന്നു
എന്നുള്ളതാണ് ഈ വാർത്തയിലെ സുപ്രധാനമായിട്ടുള്ള കാര്യം. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും മന്ത്രിസഭ എടുത്തൊരു തീരുമാനത്തെ അതിനെ അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ CITന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ആ ഇടപെടലിന് അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിൽ വരുത്താനിരിക്കുന്ന ആ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അത് ഇനി ഏത് നിലയ്ക്കാണ് നടക്കാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് കാത്തിരുന്ന് കാണേണ്ട കാര്യത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഔദ്യോഗിക വിശദീകരണം ഒക്കെ തന്നെ വരാൻ ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും ഫെബ്രുവരി 21 എടുത്തിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തെ അതിനെ റദ്ദാക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി എബി, വ്യക്തമാണ്.